ആശു നാട്ടിൽ പോണ കാരണം ആശുവിന്റെ ചെലവാട്ടെന്ന് ആശുരം വിട്ട പൊറോട്ട നമുക്ക് ഫുഡൊക്കെ അത്യാവശ്യം വിളമ്പി തരുന്ന നമ്മളെ ചെരിപ്പ ഒന്ന് ചെരിപ്പ ഇതാണ് നമ്മളെല്ലാം സാമ്പാറുണ്ട് ചെരിപ്പ നീ മതി ചെരിപ്പ പിന്നെ ഒരാളും മതി നമുക്ക് ചെരിപ്പ ഇപ്പോ അല്ലേ നമ്മള് ചെക്കനെ യാത്ര എടുക്കാം മോനെ എടുത്തോ വരുമ്പോ എടുത്തോ ഞങ്ങളെ വണ്ടിക്കാരെത്തിയിട്ടുണ്ട് വണ്ടി തുറന്നുണ്ട് 140 അടിക്കും മോനെ കയറെടുക്കും മോനെ ബാഗ് എവിടെ സ്നേഹപ്രകടനം ആഗ്രഹങ്ങൾ തീർക്കാൻ സെൽഫി എടുത്തിട്ട് പോവാം. അപ്പൊ നമ്മുടെ ചെക്കനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനുള്ള പ്ലാൻ കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എയർപോർട്ട് എത്താനായിട്ട് 5-10 മിനിറ്റ് നമ്മൾ എയർപോർട്ട് എത്താനാവും. അതാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും ഭാഗത്തൊക്കെ നല്ല ഈത്തപ്പഴം മരങ്ങളുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. റോഡൊക്കെ നല്ല ക്ലീനാണ്. ഈ ഭാഗത്തൊക്കെ നല്ല പൂവുകളായിട്ടുള്ളത്. 1, 2, 3, 4 4 ലൈനാണ്. മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ട് എത്താനായിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ അത്യാവശ്യം ആയിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈത്തപ്പഴമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇതാണ് ക്യാമറയാണ് കാണുന്നത് കേട്ടോ. രണ്ട് ഭാഗത്തും ചെടികളും ഈത്തപ്പഴം മരങ്ങളും കൊണ്ട് അലങ്കരിച്ച് കൊണ്ട് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. വെൽക്കം ടു മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഭംഗിയല്ല കാണാൻ. രണ്ട് ഭാഗത്തും മരങ്ങളോട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പശുവിന് ഭയങ്കര സ്ഥാനമുണ്ട് ഇവിടെ കണ്ടോ. നല്ല ഭംഗിയില്ല. ഡെയിലി വന്നിട്ട് തന്നെ കറക്റ്റിന് കട്ട് ചെയ്ത് വരും. ഇതാണ് നമ്മളെ എയർപോർട്ടിലേക്കുള്ള കാണുന്നുണ്ട്. എയർപോർട്ട് എൻട്രൻസ് ആണ് കാണുന്നത്. ശരി, നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലാണെങ്കിൽ ആ പലകയും മറ്റേ എന്തോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കണ്ടത്. എന്ത് ഭംഗിയാ കാണാൻ നോക്കിയാൽ. തിരക്കൊന്നുമില്ല. ബുഷൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ. കട്ട് ചെയ്ത് വെച്ച് നോക്കിയാൽ കണ്ടോ. ഓരോന്നിനും ഓരോ തലയൊക്കെ കെട്ടി പോലെ വെച്ചു കൊടുക്കുന്നത്. മുകളിലേക്കല്ല പോകണ്ടേ. അപ്പോൾ അങ്ങനെ ചെക്കൻ നമ്മളൊന്ന് എയർപോർട്ടിലൊക്കെ ഇറക്കി ഞങ്ങൾ വരിക കേട്ടോ. തിരിച്ച് വരികയാണ്. ഇതൊക്കെ എന്താ പറയുക, മണികളൊക്കെ ഉപയോഗിക്കുന്ന അവർക്ക് പാർക്കിംഗ് അവർ റൂമുകളുണ്ടായോ.